ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോ സാർ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് തന്നെ സ്വിഫ്റ്റ് ആണോ, സ്വിഫ്റ്റ് ഫസ്റ്റ് മോഡൽ. കസ്റ്റമർ കംപ്ലയിൻറ്റ് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്തും സ്ട്രൈറ്റ് പോകുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാലും ഭയങ്കര സൗണ്ട്, ഭയങ്കര കട്ട 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 കട്ടാ സൗണ്ട്, അജാതി സൗണ്ട് കേട്ടോ. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ ആക്സിലിൻ്റെ സൗണ്ട് കേട്ടോ. ആക്സിൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആക്സിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്, ആക്സിൽ അയച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് ആക്സിൻ്റെ അവിടെ നിന്നാണ് നല്ല പോലെ സൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡ് ആക്സിൻ്റെ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പ് എന്തായാലും മാറേണ്ടി വരും. അതുകൊണ്ട് നല്ലപോലെ പോയിട്ടുണ്ട്. കപ്പും ബോളും കാര്യങ്ങളൊക്കെ മാറേണ്ട. ഇപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ബൂട്ടും കാര്യങ്ങൾ പൊട്ടി അതിൻ്റെ കൂട്ടത്തിലും സർവീസ് ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും മാറേണ്ടി വരും. എന്തായാലും അയച്ചു കൊടുക്കണം. ഏകദേശം അതിൻ്റെ രൂപം കണ്ടിട്ട് മാറേണ്ടി വരും. പിന്നെ ഇതാ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയിട്ടുണ്ടോ. ഈ ബെയറിങ് ഇത് അയച്ച സമയത്ത് ഷെയ്ക്ക് കണ്ടു. അതുകൊണ്ട് നമ്മൾ അയച്ചു നോക്കിയാട്ടോ, നല്ല ഷേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബെയറിംഗ് കൂടി മാറാം. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ബെയറിംഗ് സെപ്പറേറ്റ് മാറാൻ പറ്റും. ഇപ്പോൾ ആക്സിലും കാര്യങ്ങളും സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഫുൾ അസംബ്ലി മാറേണ്ട ആവശ്യമില്ല. മാറേണ്ടവർക്ക് മാറാം. അത് കസ്റ്റമർ ചോയ്സ് കേട്ടോ. ഫുൾ അസംബ്ലി ആകുമ്പോൾ നല്ല റേറ്റ് വരും. സർവീസ് ചെയ്തെടുക്കുമ്പോൾ അത്ര റേറ്റ് വരില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞു സർവീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആക്സിലും കാര്യങ്ങളും അയച്ച് കഴിഞ്ഞ് സർവീസ് ചെയ്യാൻ കൊടുക്കണം, ബെയറിംഗ് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക് പാഡ് തന്നിട്ടുണ്ടോ, ബ്രേക്ക് പാഡ് മാറണം. പിന്നെ ടയർ ഓടൻ്റ് പോയിട്ടുണ്ട്. ഈ സൈഡ് ടയർ ഓടൻ്റ് പോയിട്ടുണ്ട്. സ്റ്റീറിങ് റാക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, അത് ചെയ്യേണ്ട വേണ്ട. പിന്നെ ഡിസ്ക് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൽ പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വർക്കും കൂടി ഉണ്ടോ. ഈ പഴയ മോഡൽ വണ്ടികൾ, റിഡ്സ്, സ്വിഫ്റ്റ് വണ്ടികൾ ഈസിയും വരുന്നത് ഈ ഭാഗത്താണ്, കൗൾ ടോപ്പിൻ്റെ ആ ഭാഗത്താണ് വരുന്നത്. അവിടെ തുരുമ്പ് വന്നിട്ട് ഈസിയുടെ മുകളിൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസിയും പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ കൗൾ ടോപ്പ് അയച്ചതെന്ന് വെൽഡ് ചെയ്ത് കയറ്റിട്ടുണ്ട്. അതായത് അവിടുത്തെ തുരുമ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ വേറെ ഷീറ്റ് അവിടെ വെച്ചിട്ട് പാച്ച് ചെയ്ത് കയറ്റുന്നുണ്ട്. അതും കൂടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സർവീസിൻ്റെ വണ്ടിയാൾക്ക് ഫുള്ള് ഈ ഭാഗം ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ചെക്ക് ചെയ്യാനുള്ള കാരണം ഇതിന് മുന്നേ ഒരു മഴയത്ത് ഇങ്ങനെ വണ്ടി ഓഫായി. നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഓഫായി. അപ്പോൾ നോക്കിയ സമയത്ത് ECM ഫുള്ള് വെള്ളം കയറി, ഒരു ഹോൾ വന്നിട്ട് ഫുള്ള് വെള്ളം കയറി. അങ്ങനെ ECM പോയിട്ടോ. ECM പിന്നെ റിപ്പയർ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സെക്കൻഡ് ECM എടുത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വരുന്ന വണ്ടികൾക്ക് എല്ലാം ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. ഹോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞ് അത് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടത്തിലുണ്ട്. പിന്നെ ആക്സ് റിപ്പയർ ചെയ്ത് എല്ലാം വന്നിട്ടുണ്ട്. ഈ മൗത്ത് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡ് ആക്സിൻ്റെ ഈ മൗത്ത് മാറിയിട്ടുണ്ട്. അത് നല്ല പേ വന്നിട്ടുണ്ട്. തേയ്മാനം കൂടുതൽ വന്നിട്ടുണ്ട്, അത് മാറേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്കിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ. അതായത് നമ്മൾ ആക്സിൽ ഫുള്ളായിട്ട് മാറില്ല, പുതിയത് മാറില്ല. ഈ സാധനം തന്നെ റിപ്പയർ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ, റിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അത് ഫുള്ളും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് ഇതേപോലെ കട്ട കട്ടാന്ന് ഓടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പെരുന്തൽമണ്ണ അമ്മിനിക്കാട് കേട്ടോ.